ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ വേൾഡ് ഇന്റർനാഷണൽ. നമ്മൾ കോടീശ്വരനാകും അല്ലെങ്കിൽ കോടീശ്വരനാക്കും എന്ന് ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഈ സിസ്റ്റത്തിൽ വന്നപ്പോഴാണ് കേട്ടത് നമ്മൾ കോടീശ്വരനാകും എന്നുള്ളൊരു വാക്ക്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ, നമ്മൾ ഏറ്റവും പെട്ടെന്ന് പണം ഉണ്ടാക്കി നമ്മളൊരു കോടീശ്വരനാകണം. നെഞ്ചിൽ തൊട്ടാണ് പറയുന്നത്. ശരിക്കും അതൊരു ആഗ്രഹം തന്നെയാണ്. അതായി തീരണം എല്ലാവരും എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. അതാവും എന്നാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു പണം ബാങ്കിൽ നിക്ഷേപിച്ചാൽ ആക്കണമെങ്കിൽ 6 വർഷവും അല്ല 7 വർഷവും വേണം. പക്ഷേ ഈ സിസ്റ്റത്തിൽ 7.5 മാസം കൊണ്ടും അതുപോലെ ഇരട്ടിയാവും. 1000 ദിവസം കൊണ്ട് കോമ്പൗണ്ട് ചെയ്യുകയാണെങ്കിൽ 5 ഇരട്ടിയും ആയി വളരുന്ന സിസ്റ്റത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കൂടുതലൊന്നും പറയാൻ അറിവായിട്ടില്ല, പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇതിന്റെ കറക്റ്റ് കാര്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഷാജി സാറും മനീഷ് സാറും എത്തിയിട്ടുണ്ട്. അവർ വിശദമായി ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഇന്ന് ഈ മീറ്റിംഗിൽ എത്തിച്ചേർന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ അശോകൻ സാർ, അതുപോലെ തന്നെ കണ്ണൻ സാർ, അതുപോലെ ഷാജി സാർ, മനീഷ് സാർ, മറ്റെല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും ഹാർദമായി മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ എൻ്റെ സഹപ്രവർത്തകരായ എല്ലാവരെയും മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതലൊന്നും പറയുന്നില്ല. ഇന്ന് ഷാജി സാറാണ് ക്ലാസ് എടുക്കുന്നത്. ഷാജി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഏത് നിമിഷവും വേൾഡ് ഇന്റർനാഷണൽ എന്നുള്ള ഒരു പ്രസ്ഥാനവുമായിട്ട് 5 വർഷത്തോളമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ നന്നായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാൽ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു സാറാണ്. ശരിക്കും സാറിനെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. സാർ. താങ്ക് യു ഉഷ മാഡം. വളരെ നല്ല വാക്കുകൾക്ക് നന്ദി. ഒപ്പം ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ മാഡം ക്ലിയർ അല്ലേ? ശബ്ദം ക്ലിയർ അല്ലേ മാഡം? അതെ സാറേ. ഓക്കെ താങ്ക് യു. ശരി. വേൾഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ലോകത്തിലെ നമ്പർ 1 പ്രൊജക്ടിന്റെ കൂടെ നമ്മുടെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പാർട്ട്നേഴ്സിനെയും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ഈ പ്രകൃതിയോട് ചെയ്ത ഏതോ ഒരു നന്മയാണ് ഇത്തരമൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നമുക്ക് എത്തിച്ചേരാനും ഇങ്ങനെ കൂട്ടമായിരുന്ന് ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാനും കിട്ടിയ ഒരു അവസരം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനൊരു അവസരം നമുക്ക് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട ഗ്രേറ്റ് വിഷണറി ഡോക്ടർ ഡാനിയൽ ജോൺസൺ എന്ന് പറയുന്ന ആ മഹാനായ മാത്തമെറ്റീഷ്യനെ ഞാൻ വളരെ നന്ദിയോടുകൂടി ഇവിടെ സ്മരിക്കുകയാണ്. ഒപ്പം ലോകത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹജീവികളെ നമുക്കറിയാം. അങ്ങനൊന്നുമില്ലാതെ നല്ല ഓരോ ദിവസവും നമുക്ക് നൽകിയ ഈ ഒരു പ്രകൃതിയോടും എല്ലാ സർവ ചരാചരങ്ങളോടും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. വിശിഷ്യ ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ MC ചെയ്യേണ്ടിയിരുന്നത് നമ്മുടെ അനിൽകുമാർ ദാസ് സാറാണ്. അദ്ദേഹത്തിന് എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് അദ്ദേഹം മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിട്ട് കാണുന്നില്ല. അതുകൊണ്ട് പെട്ടെന്നാണ് ഞാൻ ഈ നമ്മുടെ ഉഷാ മാഡത്തിനെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ മീറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ പെട്ടെന്ന് വിളിച്ചേൽപ്പിച്ചത്. അങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് ഏറ്റെടുക്കുന്നതിൽ വളരെ സന്തോഷപൂർവ്വം നമ്മോടൊപ്പം സഹകരിച്ച നമ്മുടെ ഉഷ മാഡത്തിനോട് ഞാൻ വലിയ നന്ദി അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചാർട്ട് ചെയ്ത പ്രോഗ്രാമിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാകും. കാരണം നമുക്കിന്ന് മീറ്റിങ്ങിന് മുമ്പേ നമ്മൾ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അനിൽകുമാർ ദാസ് സാർ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് വേണമെങ്കിൽ ഞാനൊരു ചെറിയ സൂചന നൽകാം. നമ്മുടെ ടീം എന്ന് പറയുന്നത് കേരളത്തിൽ അതുപോലെ തന്നെ ഇന്ത്യയിൽ ലോകത്തിൽ നമ്പർ 1 പ്രവർത്തിക്കുന്ന ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഏതൊരു വ്യക്തിക്കും സ്വതന്ത്രമായി ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ്.
ഒരു ടീം നമ്മുടെ കൂടെ വേണമെന്നില്ല. നമുക്ക് വേണ്ടത് ആകെ ഒരു റഫറൽ കോഡ് മാത്രമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ഇത്തരത്തിലൊരു പ്രോഗ്രാം ചെയ്ത് മുന്നോട്ട് പോവാം. കാരണം 150ഓളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്കൊക്കെ മനസ്സിലാക്കാൻ ഇതിന്റെ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. പക്ഷെ ഇവിടെ നമ്മളൊരു കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് 200-ലധികം മീറ്റിങ്ങുകൾ ഇന്ന് കഴിഞ്ഞു പാർട്ട്നേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കൂട്ടായ്മയിൽ എത്തിച്ചേരുന്ന ഓരോ വ്യക്തികളും വളരെ സ്നേഹമുള്ളവരും വളരെ നന്നായി സഹകരിക്കുന്ന ആളുകളും ഒരു ഫാമിലിയുമായിട്ട് കഴിഞ്ഞു പോകുന്ന ആളുകളാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരുപാട് സംഭവങ്ങൾ നിറഞ്ഞതായിരിക്കും ഒരു ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ സ്വപ്നം കാണുന്ന ആ ഒരു മനോഹര തീരത്തേക്ക് നമുക്ക് മത്സരിച്ചാൽ പോലും എത്തിച്ചേരാൻ പറ്റാത്ത വിധം നമ്മൾ ചിലപ്പോൾ പാതി വഴിയിൽ കാലിടറി വീണുപോയേക്കാം. അങ്ങനെ സംഭവിച്ചാൽ പോലും നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ ഒരു കൂട്ടം സഹോദരന്മാർ, ഒരു കൂട്ടം പാർട്ട്നേഴ്സ് നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ഉത്തമ ബോധ്യമാണ് ഈ ഒരു സിസ്റ്റത്തിൽ ഇത്രയും കാലം മുന്നോട്ട് പോകാൻ എന്നെ പ്രേരിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായാണ് നമുക്കറിയാം നമ്മുടെ കൂടെ സഞ്ചരിച്ച വളരെ മഹാന്മാരായ 2-3 നമ്മുടെ പാർട്ട്നേഴ്സ് ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയുന്ന പ്രിയപ്പെട്ട സുരേഷ് പണിക്കർ സാർ. അതുപോലെ തന്നെ അല്പ ദിവസങ്ങൾക്ക് മുമ്പ് യാത്ര പറയാതെ പെട്ടെന്നിറങ്ങിപ്പോയ നമ്മുടെ പ്രിയപ്പെട്ട ഗ്രേറ്റ് ലീഡർ രവികുമാർ സാർ. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സലിം കോശി സാർ. ഈ 3 പേരുടെ സ്വപ്നങ്ങളും നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് അവർ കാലയവനികയ്ക്കുള്ളിലേക്ക് യാത്ര പോലും പറയാതെ മറഞ്ഞു പോയത്. നമ്മളെ സംബന്ധിച്ച് തീരാവേദനയാണ്, വലിയ ദുഃഖമാണ്. പക്ഷേ നമുക്ക് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? നമ്മുടെ കടമ എന്താണ്? അവർ നമ്മളിൽ ഏൽപ്പിച്ച ആ സ്വപ്നങ്ങൾ നമ്മൾ നടപ്പിലാക്കുക, അതിന് കൂട്ടായി പ്രവർത്തിക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുക. ഇനി അങ്ങോട്ട് നമ്മോടൊപ്പം അവരെ കൈപിടിച്ചുകൊണ്ട് നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി കൂടി ജീവിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായാണ് ഞാൻ കഴിഞ്ഞ ആലപ്പുഴ മീറ്റിംഗിൽ പറഞ്ഞ വീഡിയോ ക്ലിപ്പുകൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. നമ്മൾ രവികുമാർ സാറിന്റെ അമ്മയെ ചേർത്ത് പിടിച്ചു. നമുക്ക് ഇവിടെ ഒരു എന്താ പറയാ, ഏറ്റവും വലിയ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ഒരു മാസ ശമ്പളം നമുക്ക് ആ അമ്മയെ ഏൽപ്പിക്കാൻ കഴിയും. അത് തുടർച്ചയായും നമ്മുടെ ഗ്രേറ്റ് ലീഡർ മൈസൂർ അശോകൻ സാറിന്റെ ആ ഒരു ദീർഘവീക്ഷണത്തിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ആ ഒരു ഫാമിലിക്ക് എന്ന് ലഭിക്കും. ഇതിൽ പരം നമുക്ക് എന്താണൊരു സുരക്ഷിതത്വ ബോധം വേണ്ടത് എന്ന് നമ്മളെല്ലാവരും ആലോചിക്കുക പ്രിയപ്പെട്ട പാർട്ട്നേഴ്സ്. ഞാനില്ലെങ്കിലും ആരില്ലെങ്കിലും നമ്മുടെ കുടുംബം അനാഥമാകാതെ നോക്കാൻ ഒരു ഗ്രൂപ്പ് എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട് എന്ന ഒരു ഉത്തമ ബോധ്യത്തിൽ നമുക്ക് സമാധാനമായിട്ടിറങ്ങാം. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സലീം കോശി സാർ. അദ്ദേഹത്തിന്റെ ഫാമിലിക്കും ആരുടെയും ഔദാര്യമല്ല. അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചു. ആ പ്രസ്ഥാനം ഇനി അങ്ങോട്ട് അവരുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട്, നമ്മളെല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വലിയൊരു കൂട്ടായ്മയോടുകൂടി ലോക നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് പാർട്ട്നേഴ്സ് ക്ലബിൻ്റെത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞ് ഇവിടെ വെക്കുകയാണ്. ഒപ്പം ഇവരുടെ എല്ലാവരുടെയും ദേഹ വിയോഗത്തിൽ വല്ലാതെ ഒരു വേദന അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് പോകാം. ഞാനപ്പം വികാരപരമായി സംസാരിച്ചതാണ്. ഹലോ സാറേ, 1 സെക്കൻഡ്. ഹലോ, ഓക്കെ സാറേ, സലീം കോശി സാറുടെ മിസ്സിസ് ഉണ്ട് തോന്നുന്നു. അവരെ ഗൂഗിൾ പേ നമ്പർ ഒന്ന് ആവശ്യപ്പെടുമോ സാറേ? ഇപ്പൊ തന്നെ അത് വാട്സപ്പ് ചെയ്യുകയോ അറിയിക്കുകയോ ചെയ്താൽ നമുക്ക് ഇപ്പൊ തന്നെ ലൈവായിട്ട് നമുക്ക് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, മാഡത്തിന്റെ പേരെന്തായിരുന്നു സാർ? ഹലോ, മിനി മാഡം സംശയമുണ്ട്, അല്ല മോനാണോന്ന് അറിയില്ല. ഓക്കെ 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 സാർ. ഓക്കെ, അപ്പോ പിന്നെ ഹലോ, പിന്നെ മിനി മാഡം ഒന്ന് സെന്ററിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് സംസാരിക്കും.
മേഡം കേൾക്കാലോ? ഹലോ. മേഡം പറഞ്ഞോ. മാഡത്തിന്റെ ഗൂഗിൾ പേ നമ്പർ ഒന്ന് എന്റെ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ പറ്റുമോ? അല്ല സലിം സാറിന്റെ നമ്പറിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? അല്ല, എന്റെ ഗൂഗിൾ പേ നമ്പർ ഞാൻ ജോബിക്ക് ചോദിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. മുമ്പേ ഒരു മണിക്കൂർ കൊടുത്തിരുന്നോ? അല്ല, 1 മണിക്കൂർ മുമ്പ് ജോബി തന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ ജോബി സാർ ഇതിനകത്തുണ്ട്. ഒന്ന് ഈ അക്കൗണ്ടിലേക്ക് ഈ നമ്പറിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം ആ നമ്പർ. ജോബി സാർ കണ്ടിന്യൂ ചെയ്തോളൂ സാർ. ഓക്കെ, താങ്ക് യു. ഞാൻ ഇടയ്ക്കൊന്ന് ബ്രേക്ക് പറയും കേട്ടോ സാറേ. ഒന്ന് സാറ് പറഞ്ഞാൽ ഞാൻ ബ്രേക്ക് ചെയ്തോളൂ സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ. താങ്ക് യു. അപ്പൊ തീർച്ചയായും ഞാൻ ആ പറഞ്ഞു വന്ന ഭാഗത്തിലൂടെ തന്നെ നമുക്ക് പോകാം. ഇപ്പോ നമ്മുടെ ഗ്രേറ്റ് ലീഡർ അശോകൻ സാർ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടു, മിനി മാഡത്തിന്റെ വാക്കുകൾ കേട്ടു. സോ അത് അവിടെ അതിന്റെ ഭാഗത്ത് അല്പസമയം കഴിഞ്ഞ് നടക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, സത്യമായും ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് നിങ്ങൾ എല്ലാവരും എന്നും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന 100% ഉറച്ച വിശ്വാസത്തിലാണ്. ഓക്കെ, ഈ ഒരു വിശ്വാസം നമുക്ക് നൽകിയത് 2015 ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട പേൾബെയിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന മനോഹരമായ ഒരു സിസ്റ്റമാണ്. ആ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? ഓരോ വ്യക്തിക്കും അവരുടെ എബിലിറ്റിക്കനുസരിച്ച്, കഴിവിനനുസരിച്ച് നമുക്ക് ഈ പ്രോഗ്രാമുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാ ആളുകളും 100% നിങ്ങളെ സഹായിക്കും. അതാണ് എനിക്ക് നൽകാനുള്ളൊരു ഉറപ്പ്. അത് എല്ലാവരും അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഓക്കെ, നമ്മളിവിടെ ഒരു 6 പ്രൊജക്ടിന്റെ പാർട്ട്ണറായിട്ടാണ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, എന്താണ് ആ ഒരു 6 പ്രൊജക്ട് എന്ന് പറയുന്നത്? എല്ലാ മീറ്റിങ്ങുകളിലും നമ്മൾ കേൾക്കുന്നത് പോലെ, പറയുന്നത് പോലെ പുതിയ ആളുകൾ വന്നെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പറയുന്നത്. ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഡിജിറ്റൽ ബാങ്കിങ് ആണ്. ഓക്കെ, രണ്ടാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് മൾട്ടി പർപ്പസ് NFT ടോക്കൺ PVC മെറ്റ. മൂന്നാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. നാലാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് മൊബൈൽ നെറ്റ്വർക്കാണ്. അഞ്ചാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ആണ്. ആറാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഇ-കോമേഴ്സ് ആണ്. ഞാൻ വളരെ വിശദീകരിച്ചൊന്നും ഇന്നത്തെ പ്ലാൻ പ്രസന്റേഷനിലേക്ക് പോകുന്നില്ല. വളരെ ചുരുക്കി കാര്യങ്ങൾ അവതരിപ്പിക്കാം. ഡിജിറ്റൽ ബാങ്കിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിലായിരുന്നു. ഏതൊരു വിഷയവും സോറി സാർ ഒന്ന് ഇടപെട്ടോട്ടെ. പറഞ്ഞോളൂ സാർ. മാഡത്തിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് ഷെയർ ചെയ്തോട്ടെ, 1 മിനിറ്റ്. ഓക്കെ സാർ, കണ്ടിന്യൂ. ഓക്കെ സാർ, ഒന്ന് അവരോട് 2 വാക്ക് പറയാൻ വേണ്ടി ഒന്ന് വിളിച്ചാൽ നന്നായിരുന്നു. കാരണം അവർ ആദ്യമായിട്ടാണ് ഞാൻ അവരെ ശബ്ദം കേൾക്കുന്നത്. ഓക്കെ സാർ, ഞാൻ വിളിച്ചോളാം. ഹലോ മിനി മാഡം. ഹലോ മിനി മാഡം. ഹലോ മാഡം. ഹലോ മിനി മാഡം, കേൾക്കാവോ? കേൾക്കാമല്ലോ. മാഡം. ഓക്കെ, പിന്നെ അശോക് സാർ ഇപ്പോ പറഞ്ഞത് മാഡം കേട്ട് കാണും. ഞങ്ങൾ ഇതുവരെ നേരിട്ട് മാഡത്തിനെ വിളിച്ചിട്ടില്ല. അശോക് സാർ വിളിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇതുമായി ബന്ധപ്പെട്ട് മാഡം ഒരു ചെറിയ വാക്കുകൾ നമ്മളോട് സംസാരിക്കണം എന്നാണ് അശോക് സാർ ആവശ്യപ്പെട്ടത്. നമ്മുടെ ടീമിന്റെ ആഗ്രഹം അതാണ്. മാഡം പ്ലീസ് 2 വാക്ക് സംസാരിക്കും. അക്കൗണ്ടിലേക്ക് ക്യാഷ് അയച്ചിട്ടുണ്ട് 40,000 റുപ്പീസ് കേട്ടോ. ഓക്കെ, കാണാം സാർ, കാണാം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഞാൻ സലിം കോച്ചി ഇതിനകത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതിൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു വിശ്വാസമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ പുള്ളിക്കാരൻ പോയതിന് ശേഷം ഞാനിങ്ങനെ എനിക്ക് തോന്നുന്നു അശോകൻ സാറിന് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, സാറേ അങ്ങോട്ടും വല്ലതും ഉണ്ടോ ഇങ്ങോട്ടും വല്ലതും ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണമെന്നും പറഞ്ഞു ഞാൻ. കാരണം നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. ഇപ്പം ഇങ്ങനെ ജോബിത്ത് വന്ന് എന്നോട് സംസാരിച്ചു, കഴിഞ്ഞ ദിവസം അനിൽ സാർ എന്നോട് സംസാരിച്ചു. അപ്പം എനിക്ക് എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ആയി. അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്ത ഈ ഒരു വലിയ ഇതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി വിശ്വാസമായി. അങ്ങനെ എനിക്ക് കൂടുതൽ സംസാരിക്കാനുള്ളൊരു മാനസിക നിലയിലല്ല ഞാനിപ്പോൾ. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഇനി അങ്ങോട്ട് മുന്നോട്ട് എന്താ കാര്യങ്ങളെന്ന് ഞാൻ കുറച്ചും കൂടി നോക്കിയിട്ട് എന്താണെന്ന് ഇതിനകത്ത് മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.
താങ്ക് യു മാഡം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അശോക് സാർ. താങ്ക് യു അശോക് സാർ. താങ്ക് യു മിനി മാഡം. വളരെ എന്നെ സംബന്ധിച്ച് വളരെ വികാരനിർഭരമായ ഒരു നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഉറങ്ങുന്നത് ഈ ഒരു പ്രസ്ഥാനവും ഇതിന്റെ കൂടെയുള്ള ആളുകളും എൻ്റെ കൂടെ ഉണ്ട് എന്ന ഒരു ഉറപ്പിന്മേലാണ്. വിശ്വാസമല്ല, അത് ഒരു പ്രകൃതിയെ പോലെ ഒരു സുനിശ്ചിതമായ ഒരു കാര്യമാണ് എന്ന് നമ്മുടെ എല്ലാ ആളുകൾക്കും മനസ്സിലായി കാണും. ഇത്തരത്തിലൊരു ലൈവായി ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് എന്തെങ്കിലും ആരെയെങ്കിലും ഒരു മാനസികമായി വിഷമിപ്പിക്കാനോ നമ്മൾ എന്തെങ്കിലും തെളിയിക്കാനോ അല്ല, നമുക്കത് ഒന്ന് അനുഭവിക്കാനാണ്. അത് മാഡത്തിന്റെ ആ ഒരു നിറഞ്ഞ വാക്കുകളുടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. താങ്ക് യു മാഡം. എല്ലാ ഐശ്വര്യങ്ങളും ഇനി അങ്ങോട്ട് നമ്മുടെ ടീമിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സഹകരണവും മാഡത്തിന് 100% ഉറപ്പ് നൽകുകയാണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് വീണ്ടും നമ്മുടെ ബിസിനസ് പ്രസന്റേഷനിലേക്ക് പോകാം. ഓക്കെ, ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റമാണ് നമുക്ക് ആദ്യം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്. അതിന്റെ ഭാഗമായി ലോകത്തിലെ ഏത് പ്രസ്ഥാനവും മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. 150 രാജ്യങ്ങളിലോളം പ്രവർത്തിക്കുന്ന ഒരു ഫിനാൻഷ്യൽ പ്രോഗ്രാം. അത് ആദ്യമായി ചെയ്തത് ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും വാങ്ങിക്കാതെ 85 ലക്ഷം കസ്റ്റമറെ ആദ്യം തന്നെ സൃഷ്ടിച്ചു. 30 DP കൊടുത്ത് ചേർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അപ്ലൈന് അപ്പം തന്നെ 50% ലഭിക്കും. അതുപോലെ 8 പേർക്ക് 1.25 DP വെച്ച് ലഭിക്കും. ബാക്കി 5 DP ഉപയോഗിച്ച് ഓട്ടോ പുളിംഗ് കൊടുക്കും. അങ്ങനെയാണ് 100% ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ആദ്യത്തെ ലോകത്തിലെ ഡിജിറ്റൽ കറൻസി പേൾവെൻ ഇന്റർനാഷണൽ നമുക്ക് പരിചയപ്പെടുത്തിയത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കൺ എന്ന് പറയുന്നത്. അതൊരു അല്പം കൂടി പറയാനുള്ളതാണ്, അതുകൊണ്ട് ഞാൻ അടുത്തതിലേക്ക് പോകാം. സോഷ്യൽ മീഡിയയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയ ആണ് ഒന്ന് മിഡിൽ ക്ലാസ് ആയ എല്ലാ ആളുകളെയും ഇന്ന് ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫേസ്ബുക്കും വാട്സപ്പും മെസ്സഞ്ചറും ഒക്കെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. പേൾവെൻ ഇന്റർനാഷണൽ ആദ്യം മുതലേ പറഞ്ഞിരുന്നു ഒരു സെർച്ച് എഞ്ചിൻ നമുക്ക് അവതരിപ്പിക്കുന്നു എന്നുള്ളത്. വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ സുരേഷ് പണിക്കർ സാറും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. ഇപ്പോൾ അത് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്, ഒരു സെർച്ച് എഞ്ചിൻ. ഈ സെർച്ച് എഞ്ചിനിലൂടെ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കും വാട്സപ്പും മെസ്സഞ്ചറും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഒരു വരുമാനം അതിലൂടെ ലഭിക്കുകയാണ്. ഒരു ഫോൺ റീചാർജ് ചെയ്യാനുള്ള വരുമാനമെങ്കിലും ഇത്രകാലം ഒന്നും ലഭിക്കാതെ ആ ഒരു സ്ഥാനത്ത് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ PVC മെറ്റ എന്ന് പറയുന്ന ഈ ഒരു മൾട്ടിപർപ്പസ് ടോക്കൺ എത്രമാത്രം ലോകം കീഴടക്കുമെന്ന് നമ്മളൊന്ന് ആലോചിക്കുക. അങ്ങനെ ഒരു വലിയ പ്രോഗ്രാമാണ് സോഷ്യൽ മീഡിയ എന്ന ചാപ്റ്ററിലൂടെ നമ്മുടെ സിസ്റ്റം ആലോചിക്കുന്നത്. ഓക്കെ, 4ാമത്തെ പ്രൊജക്ട് മൊബൈൽ നെറ്റ്വർക്കാണ്. അറിയാം, നമുക്കിന്ന് നമ്മുടെ സിം കാർഡ് ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ അതൊക്കെ മാറ്റിക്കൊണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെയുള്ള എല്ലാ ആളുകളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുന്നത് പോലെ വൺ വേൾഡ് വൺ സിം എന്ന് പറയുന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൊബൈൽ നെറ്റ്വർക്ക് പ്രാബല്യത്തിൽ വരികയാണ്. മൊബൈലുമായി കണക്ട് ചെയ്താണ് ഒരു മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ എല്ലാ ബയോഡാറ്റയും ഒരു മൊബൈൽ ഫോൺ നമ്പറിലൂടെ നമുക്ക് ലഭിക്കും. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് രേഖകളിലൂടെയാണ്. പേരില്ലാത്ത, ജാതിയില്ലാത്ത, മതമില്ലാത്ത, നാടില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുപോലെ ഇപ്പോൾ മൊബൈൽ നമ്പർ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വലിയ അർത്ഥമില്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ ഒരു വലിയൊരു പ്രോഗ്രാം. അതുപോലെ തന്നെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമുക്കറിയാം. പല വിധത്തിലുള്ള ഗെയിമിംഗ് നമുക്ക് ചുറ്റും നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വരുമാനം കണ്ടെത്താനും അങ്ങനെ കണ്ടെത്തുന്ന ആളുകൾ നമ്മുടെ കൂടെ താഴെ ജോയിൻ ചെയ്താൽ അതിൽ നിന്നൊരു വരുമാനം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന സുന്ദരമായ ഒരു അവസ്ഥ. കാരണം നമ്മൾ ഇതിന്റെ പാർട്ട്ണറാണ്, നമ്മളൊരു കസ്റ്റമർ അല്ല. 6ാമത്തെ പ്രോഗ്രാമാണ് ഇ-കോമേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പർച്ചേസിംഗ് തിയറികൾ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് ഇ-കോമേഴ്സ് ലോകത്തിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ്. എന്നും നമ്മുടെ ടെൻഡൻസികളെ, നമ്മുടെ ചിന്തകളെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളിൽ
തൃപ്തി അടയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇ കോമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്കും പേൾബെൻ കടന്നു വരികയാണ്. ബംഗി എന്ന പേരിൽ തായ്ലൻഡിലാണ് അതിന്റെ ഓഫീസും 5000-ലധികം പ്രൊഡക്റ്റുകളും നമുക്ക് ഇന്ന് ലഭ്യമാണ്. അതിന്റെ റണ്ണിങ്ങിലാണ്. ഇതാണ് നമ്മുടെ ആകെയുള്ള 6 പ്രൊജക്റ്റുകൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രൊജക്റ്റിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ക്രിപ്റ്റോ കറൻസി എല്ലാ NFT ടോക്കൺ രണ്ടാണ്. ക്രിപ്റ്റോ കറൻസി വൺ പർപ്പസ് ആണ്, വാങ്ങുകയോ വിൽക്കുകയോ മാത്രം ചെയ്യാൻ കഴിയും. ടോക്കണൈസേഷനിലേക്ക് പോകുമ്പോൾ നമുക്കത് പണം ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാൻ കഴിയും. ഫ്യൂച്ചർ ഓഫ് മണി എന്നാണ് BBC മെറ്റ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ BBC മെറ്റയിലേക്ക് കടന്നു വരാൻ, ഇതൊരു ബാങ്കിങ് സിസ്റ്റമാണെന്ന് ആദ്യമേ പറഞ്ഞു. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. ട്രസ്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫിസിക്കൽ മണി സൂക്ഷിക്കുന്ന പേഴ്സ് പോലെ തന്നെ ഡിജിറ്റൽ കറൻസി സൂക്ഷിക്കുന്ന പേഴ്സാണ് ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്നത്. ആ ട്രസ്റ്റ് വാലറ്റിൽ അതിന്റെ കീ നമ്മുടെ കയ്യിലാണ്. അത് പ്രവർത്തിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലാണ്. നമ്മൾ എല്ലാ ദിവസവും അത് ഓപ്പൺ ആക്കി നോക്കിയില്ലെങ്കിൽ പോലും സിസ്റ്റം നമുക്ക് വേണ്ടി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെ ജനാർദ്ദൻ ബാബു സാറിന്റെയും അനിൽ സാറിന്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരാൻ സീഡ് ഫണ്ടിങ് ചെയ്യണം. എന്താണ് സീഡ് ഫണ്ടിങ്? സാധാരണ നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിൽ നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് പോലെ, ഒരു ഷെയർ എടുക്കുന്നത് പോലെ, അതിന് പറയുന്ന പേരാണ് സീഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ് സീഡ് ഫണ്ടിങ്ങിന് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളുടെ ട്രസ്റ്റ് വാലറ്റിൽ 1000 PVC മെറ്റ ഹോൾഡ് ചെയ്യണം. അങ്ങനെ ഹോൾഡ് ചെയ്താൽ എന്താണ് നമ്മുടെ നേട്ടം എന്ന് പറയുന്നത്? ഒരു വ്യക്തി എല്ലാം പഠിച്ചതിന് ശേഷം ചെയ്യാമെന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുകയും 1000 ദിവസം കഴിഞ്ഞാൽ ഡെയിലി 2 PVC മെറ്റ അദ്ദേഹത്തിന് ലഭിക്കും. 1000 ദിവസം കൊണ്ട് 2000 മെറ്റ അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് വാലറ്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, സിസ്റ്റം പ്രവർത്തിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഒരു 3-3.25 വർഷം അദ്ദേഹം നമ്മുടെ മീറ്റിങ്ങിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും ഒക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി. ആ ഒരു സമയത്ത് ഒരുപക്ഷെ 1000 രൂപയാണ് നമ്മുടെ ടോക്കന്റെ വിലയെങ്കിൽ അദ്ദേഹത്തിന്റെ വാലറ്റിൽ ഉണ്ടായിരിക്കുന്നത് ഏകദേശം 20 ലക്ഷം രൂപയോളായിരിക്കും. അന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ഈ സിസ്റ്റത്തിന്റെ രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് കടന്നു വരാം. അതായത് ടോക്കൺ ഫാമിംഗ്. ടോക്കൺ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിങ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ ലോൺ അപ്ലൈ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, മറ്റു പല കാര്യങ്ങളാണ് നമ്മൾ ബാങ്കിങ് സിസ്റ്റത്തിൽ ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു 3.25 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ബിസിനസ്സിലേക്ക് കടന്നു വരാം. ഇവിടെ ഈ രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് കടന്നു വരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ 100 USDT കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് 13,000 രൂപ മുതൽ നമുക്ക് എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഈ ഒരു ബിസിനസ്സിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടം എന്നുള്ളത് വളരെ ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഉദാഹരണത്തിന് 1 ലക്ഷം രൂപയാണ് ഒരു വ്യക്തി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിന്റെ നേട്ടം ഞാൻ ആദ്യം പറയാം. അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഈ ഒരു സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോമൺ ആണ്. നമ്മൾ ഏത് പ്രവർത്തനം നടത്തി കഴിഞ്ഞാലും 1000 ദിവസം ആണ് നമുക്ക് ഇതിന്റെ മെച്യൂരിറ്റി പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, സീഡ് ഫണ്ടിങ്ങിലും അതാണ്, ടോക്കൺ ഫാമിങ്ങിലും അതാണ്. 1 ലക്ഷം രൂപ ടോക്കൺ ഫാമിംഗ് ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഡെയിലി ലഭിക്കുന്ന റിവാർഡ് എന്ന് പറയുന്നത് 0.20 ആണ്. ഓക്കെ, 0.2 എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് 200 രൂപ എല്ലാ ദിവസവും 1000 ദിവസം അദ്ദേഹത്തിന് ലഭിക്കും. ഓക്കെ, അങ്ങനെ 200 രൂപ ഒരു ദിവസം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു മാസം ലഭിക്കുന്നത് 200 × 30 ദിവസം, അതായത് 6000 രൂപയാണ്. ഈ 6000 രൂപയിൽ അദ്ദേഹത്തിന് 85% വിഡ്രോ ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു സംശയം 15% എവിടെയാണ് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, 15% സിസ്റ്റം തന്നെ എന്ത് ചെയ്യുന്നു? വളരെ നിർബന്ധപൂർവം ആദ്യത്തെ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, അത് എന്തിനാണ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ലഭിക്കുന്ന വരുമാനത്തിനനുസരിച്ച് വികസിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നമ്മളെ ശമ്പളത്തിൽ നിന്നും വീണ്ടും കടം വാങ്ങിക്കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ജീവിതം തള്ളി നീക്കാറുള്ളത്. അത് സിസ്റ്റത്തിന് നന്നായി അറിയുന്നത് കൊണ്ടാണ് നമ്മുടെ കയ്യിലേക്ക് തരാതെ 15% എപ്പോഴും സിസ്റ്റം മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് സിസ്റ്റത്തിൽ നടക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ 1000 ദിവസം എന്നുള്ള പ്രോസസ്
ഓരോ 15% മാറ്റി വെക്കുമ്പോഴും 30 ദിവസം മാറി മാറി ഒരു റൊട്ടേഷനായി, ഒരു സർക്കിളായി ഒരു ഇൻവെസ്റ്റർ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. ഓക്കെ, അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ പരിചയപ്പെടുത്തിയ ഓരോ വ്യക്തിയും ഈ സിസ്റ്റത്തിന് പുറത്തു പോകാൻ കഴിയാത്ത വിധം ഈ ഒരു സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു 3.25 വർഷം നമ്മൾ ഏത് പ്രൊജക്ട് ചെയ്താലും നമുക്ക് ഇതിന്റെ നന്മയെയും തിന്മയെയും തിരിച്ചറിയാൻ കഴിയും. 100% സക്സസ് ആയ ഒരു പ്രൊജക്ട് മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇത്തരം ഒരു റെഫറൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന നേട്ടം എന്ന് നമുക്ക് നോക്കാം. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് 1000 ദിവസം കൊണ്ട് 2 ലക്ഷം രൂപയായി തിരിച്ചു കിട്ടും. ഡെയിലി 200 രൂപ ലഭിക്കും. അദ്ദേഹത്തിന് ആ പണത്തെ കോമ്പൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് 9 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കാം. ഓരോ മാസവും ലഭിക്കുന്ന നമ്മുടെ റിട്ടേൺ ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് കോമ്പൗണ്ട് ചെയ്യാം. അതുപോലെ തന്നെ ഏർലി ബേർഡ് ഓഫർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതൊക്കെ നമ്മൾ എല്ലാ മീറ്റിംഗിലും കേൾക്കുന്നതാണ്. പക്ഷെ ഒരു റെഫറൽ പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നേട്ടം? നമ്മൾ 75% ആളുകൾ ചൂസ് ചെയ്തത് റെഫറൽ പ്രോഗ്രാമാണ്. ഓക്കെ, ഞാനിപ്പോ മനീഷ് സാറിനെയാണ് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചതെങ്കിൽ, എന്റെ ഐഡി ഉപയോഗിച്ച് ചെയ്യിപ്പിച്ചതെങ്കിൽ, അദ്ദേഹം മാസം 6000 രൂപ വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ 20% റെഫറൽ ചെയ്ത എനിക്ക് ലഭിക്കും. അതായത് 1200 രൂപ. എന്റെ മുകളിൽ വീണ്ടും 19, 18 എന്നുള്ള രീതിയിൽ 20 പേർക്ക് ആ ഒരു റെഫറൽ വരുമാനം ലഭിക്കും. ഇപ്പോ ഞങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ, എന്നെ സംബന്ധിച്ചാണ് പറയുന്നത്, വളരെ വലിയ വരുമാനം റെഫറൽ മാർക്കറ്റിങ്ങിലൂടെ നേടുന്ന ഒരാളാണ് ഞാൻ. അതാണ് റെഫറൽ മാർക്കറ്റിങ്ങിന്റെ പവർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞു, കോമ്പൗണ്ടിങ് ആണ്. എല്ലാ മാസവും കിട്ടുന്ന റിട്ടേൺ മുതലിന്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ വർദ്ധിപ്പിച്ചെടുക്കാം. മൂന്നാമത്തത് ഏർലി ബേർഡ് ഓഫർ. ഇത്രയുമാണ് നമ്മുടെ ബിസിനസിന്റെ പ്ലാൻ എന്ന് പറയുന്നത്, വളരെ ചുരുക്കി പറയുന്നത്. കാരണം 2 പേര് സംസാരിക്കാണ്ട്, മനീഷ് സാർ കൂടി സംസാരിക്കാണ്ട്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പലപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 1-2 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ മനീഷ് സാറിന് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തു കൊടുക്കും. എല്ലാ സിസ്റ്റവും പോലെ നമ്മുടെ സിസ്റ്റവും പരാജയപ്പെടാൻ സാധ്യതയില്ലേ എന്ന ഒരു ചോദ്യം എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. അതിന് എല്ലാ മീറ്റിങ്ങിലും പറയുന്ന ഉത്തരം, നമ്മുടെ സിസ്റ്റം ഡീസെൻട്രലൈസ്ഡ് ആണ്, മറ്റു സിസ്റ്റം സെൻട്രലൈസ്ഡ് ആണ്. സെൻട്രലൈസ്ഡ് സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് ഒരു അതോറിറ്റിയാണ്. ഇത് ഇവിടെ അങ്ങനെയല്ല, നമ്മൾ 2 വ്യക്തികൾ മാത്രമാണ്, നമ്മളൊരു സ്മാർട്ട് കോൺട്രാക്ട് ആണ് എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വൈറ്റ് പേപ്പർ, ഇത്തരം പ്രോഗ്രാം ചെയ്യുന്നതിന്റെ ആധികാരിക രേഖയാണ് വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത്. വൈറ്റ് പേപ്പർ നമുക്ക് നമ്മുടെ സൈറ്റിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങൾ അതെടുത്തൊന്ന് നന്നായി വായിക്കുക. അതിലുള്ള ഒരു പദമാണ് നമ്മുടെ പ്രിയപ്പെട്ട രവികുമാർ സാർ എപ്പോഴും പറയുന്ന ഡാവോ, DAO, ഡാവോ, ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ എന്ന് പറയും. ഓക്കെ, അതെന്താണ് എന്ന് വളരെ ലളിതമായി നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്താം. നമ്മൾ ഇന്ന് വരെ കണ്ട് പരിചയപ്പെട്ട സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലെ പോരായ്മകളെ പരിഹരിക്കാനാണ് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സാധാരണ കസ്റ്റമറായ നമുക്ക് ലഭിക്കുന്ന ഒരു അധികാരം എന്താണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. സെൻട്രലൈസ്ഡ് സിസ്റ്റത്തെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ നിയമങ്ങളെയും നമുക്കൊന്ന് ഹൈഡ് ചെയ്തു വെക്കാം. ഉദാഹരണത്തിന് നിയമങ്ങൾ ഹൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ഡ്രൈവിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ നമുക്ക് വേണമെങ്കിൽ ഉദാഹരണമായി എടുക്കാം. ഇപ്പോൾ ഡ്രൈവിംഗിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നിരന്തരം ലംഘിക്കപ്പെടാറുണ്ട്. ആ ലംഘിക്കപ്പെടുന്ന നിയമങ്ങൾ ശിക്ഷ കിട്ടാറുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഈ നിയമങ്ങൾ എത്ര പേർക്ക് നന്നായിട്ട് അറിയാം? അറിയുന്ന ആളുകൾ എത്രമാത്രം അത് പാലിക്കുന്നുണ്ട്? ഇപ്പോൾ സ്കൂൾ വിട്ട സമയത്ത് നമുക്ക് സ്പീഡിൽ പോകാൻ പാടില്ല, കോടതിയുടെ മുമ്പിൽ നിന്ന് ഹോൺ അടിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷെ മിക്കവാറും ആ നിയമങ്ങൾ ലംഘിക്കപ്പെടുകയാണ്. പക്ഷെ അത്തരം ലംഘിക്കപ്പെടുന്ന നിയമങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഒരു ഡ്രൈവറുടെ ജോലിയെ നിഷേധിക്കുന്ന അത്രയും പര്യാപ്തമല്ല സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ. അദ്ദേഹത്തിന് നിയമപരമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകാൻ പറ്റും. പക്ഷെ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്ന ആ സിസ്റ്റത്തിലേക്ക് വന്നാലോ, ഈ പറയുന്ന ഓരോ പ്രോട്ടോകോളും അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് ഡാവോലോട് കൂടി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ.
ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ഡ്രൈവറെ സംബന്ധിച്ച് ഇത്തരം നിയമലംഘനങ്ങൾ നടത്തിയാൽ വിത്തിൻ സെക്കൻഡ് അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെടുകയും അദ്ദേഹത്തിന് കഠിനമായ ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഒരിക്കലും ഈ നിയമലംഘനം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇവിടെ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ലെഡ്ജർ ആണ്. ഇവിടെ നടക്കുന്ന ഒരു നിയമങ്ങളെയും ഹൈഡ് ചെയ്തു വെക്കാൻ കഴിയില്ല. ഇവിടെ ഈ സിസ്റ്റത്തിന്റെ പ്രോട്ടോകോൾ ലംഘിക്കപ്പെടുന്ന ആ ഒരു നിമിഷം കൊണ്ട് തന്നെ വ്യക്തിയോ ഒരു പ്രോഗ്രാമോ ഒരു പ്രസ്ഥാനമോ ഫ്രീസ് ചെയ്യപ്പെടും. അതാണ് ഡാവോ എന്ന് പറയുന്ന ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സിസ്റ്റത്തിന് സംഭവിക്കുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു സിസ്റ്റം സൃഷ്ടിച്ച ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ ഒരു പ്രോഗ്രാമിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സെൻട്രലൈസ്ഡ് സിസ്റ്റത്തെ സംബന്ധിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന, അവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തികൾക്കും പ്രത്യേകിച്ച് ഒരു വിവേചന അധികാരമില്ല. അവിടെ അതോറിറ്റിയാണ് തീരുമാനിക്കുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ജോലി ചെയ്യുന്ന ആളുകൾ ജോലി ചെയ്തോളുക. അവിടെ അങ്ങോട്ട് നിർദ്ദേശത്തിന് സാധ്യതകളില്ല. പക്ഷേ ഡാവോയിലേക്ക് വന്നൊരു പ്രസ്ഥാനത്തിൽ എന്താണ്? അതിലുള്ള ഓരോ വ്യക്തിക്കും വോട്ടിംഗ് പവർ ലഭിക്കുകയാണ്. ഇവിടെ ഡോക്ടർ ഡാനിയൽ ജോൺസൺ എന്ന് പറയുന്ന നമ്മുടെ ഫൗണ്ടറും ഷാജി എന്ന് പറയുന്ന ഞാനും ഒക്കെ ഒരേ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. കാരണം ഞാനും ഒരു സ്മാർട്ട് കോൺട്രാക്ട് അഡ്രസ് ആണ്, നിങ്ങളും ഒരു സ്മാർട്ട് കോൺട്രാക്ട് അഡ്രസ് ആണ്. ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ. അത് ലംഘിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഫ്രീസ് ആവും. ഇവിടെ നമുക്ക് വോട്ടിംഗ് പവർ ഉണ്ട്. സിസ്റ്റത്തിൽ വരേണ്ട മാറ്റങ്ങളിൽ നമുക്ക് ഇടപെടാം. പക്ഷെ സെൻട്രലൈസിൽ ഇതൊന്നും പറ്റില്ല. ലോകത്തിൽ ഇന്നും അശോക് സാറൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക് വരുന്ന സമയത്ത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. 20,000-ത്തിലധികം ക്രിപ്റ്റോ കറൻസികൾ ഇന്ന് നിലവിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ക്ഷമിക്കുക. ഇതിൽ തന്നെ ഏകദേശം 121 കമ്പനികളാണ് ഡാവോ എന്ന് പറയുന്ന ആ പ്രോട്ടോകോളുമായി മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് വെറും ക്രിപ്റ്റോ കറൻസി കമ്പനികൾ മാത്രമല്ല സർ. ഇതുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് ചെയിനുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് ചെയിന് ഉപയോഗിക്കുന്ന ഒത്തിരി കമ്പനികൾ, അതിൽ ലോകത്തെ തന്നെ ആകെ ഏകദേശം 121 കമ്പനികൾ മാത്രമേ ഡാവോയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അതിൽ രജിസ്റ്റർ ചെയ്ത ഒരു സിസ്റ്റമാണ് പേൾ വൈൻ ഇന്റർനാഷണൽ എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയും. നമുക്ക് നമ്മുടെ വൈറ്റ് പേപ്പർ എടുത്ത് നിങ്ങൾക്ക് പരിശോധിക്കാം. അതുകൊണ്ട് കൂടിയാണ് പ്രിയപ്പെട്ട പാർട്ട്നേഴ്സ് പറയുന്നത് നമ്മുടെ സിസ്റ്റം ഒരിക്കലും തകരില്ല. 2025 ക്രിപ്റ്റോ കറൻസി മേഖലയിലെ ഈ 121 കമ്പനികളും അല്ലെങ്കിൽ ഇതുപോലുള്ള സമാനമായ ചില കമ്പനികളും ഒഴിച്ച് നമ്മുടെ മുമ്പിൽ നിന്ന് തിളങ്ങി നിൽക്കുന്ന ഒട്ടുമിക്ക പ്രോഗ്രാമുകളും ഇവിടെ വൈൻഡപ്പ് ചെയ്യപ്പെടും. അതിനെയാണ് രാജ്യങ്ങൾ റെഗുലേഷനിലൂടെ ഇപ്പോ നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്താണ്? നമുക്ക് 100% കോൺഫിഡൻസോടുകൂടി പേൾ വൈൻ ഇന്റർനാഷണൽ നമുക്ക് വർക്ക് ചെയ്യാം. അതാണ് ഡാവോ എന്ന് പറയുന്ന ആ പ്രോസസ്സിലൂടെ വളരെ ലളിതമായി നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കൂടുതൽ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അന്തവും കുന്തവും ഇല്ലാത്ത രീതിയിൽ നമ്മൾ സംസാരിക്കേണ്ടി വരും. ഇങ്ങനെ 100% നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന, പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഏത് പ്രൊജക്റ്റാണ് സാർ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്?